യു എസ് എയുടെ മത്സരത്തിൽ നിങ്ങൾ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ലോകത്തിലെ ദ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേഡിയത്തിലായിരുന്നു ഇന്ന് രാവിലെ 4-1 വിജയം ആർക്കെതിരെ, പരാഗയ്ക്കെതിരെ യു എസ് എക്ക് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. സോ അപ്പോൾ ആ മാച്ചിനെ കുറിച്ചുള്ള ഒരു 3 പോയിന്റ്സുമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സോ നമ്മുടെ കാര്യപരിപാടികൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കണം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഈ പറഞ്ഞു തന്നെയാണ്, യു എസ് എ ഹോസ്റ്റിംഗ് നേഷൻ ആണ്. ആൻഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ യു എസ് എ സോക്കർ ആ കൾച്ചറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റേഡിയം അവിടെയാണെന്ന് അറിയാം. പക്ഷെ അത് ഈ സ്റ്റേഡിയം ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കളി തുടങ്ങുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു കേട്ടോ. ആൻഡ് അതിലെ വീഡിയോസും വിഷ്വൽസും ഒക്കെ കണ്ടോ, എന്ത് സ്റ്റേഡിയമാണ് അത്. നമ്മൾ ഈ പറയില്ലേ മിഠായി പോലത്തെ ഒരു സ്റ്റേഡിയം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സ്റ്റേഡിയം ആയിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഹോസ്റ്റിംഗ് നേഷൻ്റെ എല്ലാ പ്രിവിലേജുകളും ആൻഡ് ആ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മത്സരം തന്നെയാണ്. കംപ്ലീറ്റും യു എസ് എക്ക് ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു 3 ഹോസ്റ്റിംഗ് നേഷനും, അതായത് കാനഡ ആയിക്കോട്ടെ, മെക്സിക്കോ ആയിക്കോട്ടെ, യു എസ് എ ആയിക്കോട്ടെ, ഇവർ 3 പേരും തോക്കാതെ തന്നെ ഈ 2026 വേൾഡ് കപ്പ് തുടങ്ങി എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമുക്ക് പരാഗയെക്കുറിച്ച് പറഞ്ഞു പോകാം. എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പ് സ്റ്റേജിൻ്റെ ടെൻഷനാണോ കാര്യങ്ങളാണോ അവർ ആദ്യമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും ഈ പറയുന്ന പോലെ പലയിടങ്ങളിലും അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് തന്നെയാണ് അവർ ഈ കളി തോറ്റുപോയത്. പലയിടത്തും അവർ പോരായിരുന്നു എന്ന് പേഴ്സണലി തോന്നി. ആൻഡ് യു എസ് എ ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്തു, നല്ല രീതിയിൽ കഴിച്ചു. സെക്കൻഡ് ഹാഫിൽ പല സ്ഥലങ്ങളിലും അവർ തിരിച്ചു വരാൻ ശ്രമിച്ചെങ്കിലും പല സമയങ്ങളിലും അവർക്ക് ഒരുപാട് മിസ്പാസുകൾ അടക്കമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 70-ാം മിനിറ്റിലാണെന്ന് തോന്നുന്നു ഒരു പാസ് ചെയ്തത് നേരെ ഫ്രണ്ടിൽ കളിക്കുന്ന താരത്തിനാണ് കിട്ടിയത് യു എസ് എയുടെ. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അത് ഗോൾ കൺവേർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യു എസ് എ ദേ മെയ്ഡ് എ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പ്ലെയർ 2 ഗോൾ അടിക്കുന്നു, അതുപോലെ തന്നെ മൊത്തത്തിൽ 4 ഗോൾ അടിക്കുന്നു. ഓരോരോ ഗോളുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നിനൊന്നും മികച്ച ഗോളുകൾ തന്നെയാണ്. അവർക്ക് ഒരുപാട് ചാൻസുകൾ കിട്ടുന്നു. ആൻഡ് ചില പ്ലേയേഴ്സിൻ്റെ പാസിംഗ് അക്യൂറസി എടുത്ത് നോക്കുമ്പോൾ 100% ആണ്. അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു യു എസ് എ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുള്ള ഒരു മത്സരം തന്നെയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ദേ മെയ്ഡ് എ ബിഗ് സ്റ്റേറ്റ്മെൻറ്റ്. 2026 വേൾഡ് കപ്പ് അങ്ങനെ അവർ ചുമ്മാ കളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2022 വേൾഡ് കപ്പിൽ നിന്നും ഈ മാച്ചിലേക്ക് വരുമ്പോൾ തന്നെ അവർ 4 ഗോളുകൾ അടിച്ചു എന്നുള്ളതാണ് കേട്ടോ. അത് തന്നെ അവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം യു എസ് എ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ മത്സരത്തിൽ തോന്നിയത് എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. ആരായിരിക്കും ഈ ഗ്രൂപ്പിൽ ഒന്നാമതാവുക? കണ്ടിട്ട് നമുക്ക് പരാഗെ കുറച്ച് വീക്കാണെന്ന് തോന്നി, പക്ഷേ ബാക്കി 3 ടീമുകൾ അത്യാവശ്യം സ്ട്രോങ് ആണല്ലേ. യു എസ് എ ഇച്ചിരി കൂടുതൽ സ്ട്രോങ് ആണ് എന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും കമൻറ്റ് കറോ, ചിൽ കുപ്പിച്ചിൽ.